ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ എല്ലാ ചേരുവകളും കൂടി കുക്കറിലെടുക്കുക, 2 വിസിലടിക്കുക, മുട്ടക്കറി റെഡിയാണ്. ചപ്പാത്തി, വെള്ളയപ്പം, പൊറോട്ട, നൂൽപുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി മുട്ടക്കറിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു വലിയ സവാള, ഒരു തക്കാളി, വേപ്പില, മല്ലിയില. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ കുഴപ്പമില്ല, ഇല്ലെങ്കിലും പിന്നെ ഉപ്പുപൊടി. ഇതെല്ലാം എടുത്തു വെക്കുന്ന ഒരു സമയമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ വലിയ വിഷമമൊന്നുമില്ല. ഈ പൊടികളെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെക്കുക, സവോള സ്ലൈസ് ചെയ്യുക, പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്യുക, കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഒരു നന്നായി ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് ചതച്ചിട്ട് അത് കുക്കറിലേക്ക് ഇടാം. പിന്നെ അതിലേക്ക് 4 പച്ചമുളക് കീറിയതും സവോളയും തക്കാളിയും ഈ പറഞ്ഞ മല്ലിയില, വേപ്പില എല്ലാം ഇടുക, ഉപ്പിടുക, എടുത്ത് വെച്ച എല്ലാ പൊടികളും അതിലേക്ക് ഇടാം. അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടിയിട്ട് നന്നായി എല്ലാവരുടെയും ഒരേപോലെ ആവുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യണം വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പുഴുങ്ങാനുള്ള മുട്ട എടുത്തിട്ട് ഈ കുക്കറിനകത്ത് കൊള്ളുന്നൊരു പാത്രത്തിലേക്ക് വെച്ച് മുട്ട നന്നായി വൃത്തിയായി കഴുകി ഈ പാത്രത്തിൽ മുട്ട വെച്ച് അതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് ഒരു 2 വിസിൽ 2 വിസിൽ മാത്രമേ നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടൂ. ഒരു വിസിലടിച്ച് നമ്മൾ ഇറക്കി വെച്ചിട്ട് എയർ പോകാൻ അതിൻ്റെ എയർ പോകണമല്ലോ. ആ കുക്കറിൻ്റെ വിസിലിൻ്റെ എയറെല്ലാം പോയി പോയി കഴിയുമ്പോൾ നമ്മൾ കുക്കർ തുറന്നു കഴിഞ്ഞാൽ മുട്ട നന്നായി വെന്തിട്ടിരിക്കുന്നുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ട നന്നായി ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് പുഴുങ്ങാൻ കേട്ടോ. എന്നിട്ട് ഈ മുട്ട പുഴുങ്ങിയത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിലുള്ള കറി ഒന്നും കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഇതാക്കി എടുക്കുക. മുട്ട നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കറിയിലിരുന്ന് വന്നതുകൊണ്ട് ആ മുട്ടയിൽ ആ കറിയുടെ ഒരു കളർ പിടിച്ച് അതൊന്ന് ക്ലീനാക്കി കൈ കൊണ്ട് തുടച്ചാൽ പോകുന്നതുള്ളൂ. എന്നിട്ട് ഇത് ഈ മുട്ടക്കറിയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക, മുട്ട അതിലേക്ക് ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇത്രമാത്രം സമയമേ വേണ്ടൂ. 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. ആ സാധനങ്ങൾ നമ്മൾ അളന്നെടുക്കാനുള്ളൊരു സമയം മാത്രമേ. എന്നിട്ട് പിന്നെ നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റുക. മല്ലിയിലയോ വേപ്പിലയോ ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ഒന്ന് കാണാൻ ഭംഗിയുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട്, വെള്ളയപ്പം എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള കറിയാണ്. ഇതെല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടണേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.